നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. വായനയുടെ വെളിച്ചം തടവുകാർക്കും പകർന്നു നൽകാൻ ഷാർജ ജയിൽ അധികൃതർ തീരുമാനിച്ചു. എക്സ്പോ സെന്ററിൽ തുടരുന്ന ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ നിന്നാണ് തടവുകാർക്കായി ജയിൽ അധികൃതർ കഴിഞ്ഞ ദിവസം പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയത്. വ്യാഴാഴ്ച മേളയിലെത്തിയ ജയിൽ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പവലിയനിൽ നിന്നാണ് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങിയതെന്നതും ശ്രദ്ധേയം. മാതൃഭൂമി, IPH അടക്കമുള്ള മലയാള പ്രസാധകരിൽ നിന്ന് ഏതാണ്ട് 2500 ദിർഹമിൻ്റെ പുസ്തകങ്ങൾ വാങ്ങുകയുണ്ടായി. എല്ലാവർക്കും വായനയൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് തടവുകാർക്കുള്ള പുസ്തകങ്ങൾ വാങ്ങാനെത്തിയ ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം നൽകുന്ന ഖൽഫാൻ സാലിം ഖൽഫാൻ, അബ്ദുൽ ലത്തീഫ്, മുസ്തഫ അൽഖാലി എന്നിവർ വ്യക്തമാക്കി. സമൂഹ മാധ്യമ താരം ലക്ഷ്മി മേനോൻ്റെ ജീവിതയാത്ര വരച്ചു കാട്ടുന്ന ലക്ഷ്മി ഭാവം എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. മന്നത്ത് ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ മീഡിയ ഡയറക്ടർ ഡോക്ടർ ആതിര കൃഷ്ണനാണ് അക്ഷരങ്ങളിലൂടെ ലക്ഷ്മി നായരുടെ ജീവിതകഥ വായനക്കാർക്ക് സമ്മാനിച്ചത്. റൈറ്റേഴ്സ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം അനൂപ് മേനോൻ മിഥുൻ രമേശിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ ശ്രീ മുത്തപ്പൻ മഹോത്സവം നവംബർ 17 അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കും. രാവിലെ 7 ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് മലയിറക്കൽ, മുത്തപ്പൻ വെള്ളാട്ടം, മലകയറ്റൽ എന്നീ ചടങ്ങുകളും ഉണ്ടാകും. അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.